ഹലോ ഫ്രണ്ട്സ്, നമുക്കറിയാം ഇന്നലെ ലക്ഷദ്വീപിലെ ഒരു മാധ്യമം ലക്ഷദ്വീപിലെ വിവിധ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓൺലൈൻ ചർച്ച നടത്തുകയുണ്ടായി. തീർച്ചയായും വളരെ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾ അതിന് അഭികാമ്യമാണെന്ന് തോന്നുന്നു ഈ സാഹചര്യങ്ങൾ. എന്തൊക്കെയായാലും അവർ ചെയ്ത ആ ഒരു എഫേർട്ടിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തുടർന്നും ഇത്തരം നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൊക്കെ ഏകീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവർക്കെന്നും ഒരു പ്രചോദനമാവട്ടെ എന്ന് അതിനെ ഞാൻ ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ യാത്രാ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മുൻപ് നമുക്ക് ഈ ഓൺലൈൻ ടിക്കറ്റുകൾ ലഭ്യമായിരുന്നത് കൗണ്ടറുകളിൽ നിന്ന്. അന്ന് ഏകദേശം 16ഓളം ലക്ഷദ്വീപിലായി വൻകരകളിലുമായി ഏകദേശം 16ഓളം കൗണ്ടറുകളിൽ ടിക്കറ്റ് ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം ആദ്യമായി ദ്വീപിൽ വന്നത്. അതിനുശേഷം പിന്നീട് എന്താണ് ഉണ്ടായത്? അവരവരുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചോ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചോ ടിക്കറ്റുകൾ എടുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് പെട്ടെന്ന് മാറുകയാണ്. ആ മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേ നിലവിലുള്ള അതൊരു അപ്ഗ്രേഡേഷനോ ഒന്നും ചെയ്യാതെ പെട്ടെന്നെടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് യൂസർ ഉണ്ടാക്കാനും ആ യൂസർ ക്രെഡൻഷ്യൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനും പറ്റുന്ന ഒരു രൂപത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ പറയപ്പെട്ടതിലേക്ക് ടിക്കറ്റ് ലഭ്യമാക്കാൻ വേണ്ടി കൊടുക്കുകയും പിന്നീട് നമ്മൾ 1000-2000 ആൾക്കാർ പുതുതായി നമ്മൾ യൂസറുകൾ ഉണ്ടാക്കുകയും പിന്നീട് നമ്മൾ ഇതേ വെബ്സൈറ്റിൽ കൂടി ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ടിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ ഒരു 250 പേര് കയറുന്ന ഷിപ്പിൽ നമുക്കൊരു 240 അല്ലെങ്കിൽ 200 ടിക്കറ്റുകൾ നമ്മൾക്ക് തരും. ഈ സമയത്ത് നമ്മൾ കയറുന്നത് എത്ര പേരാണ്? 1000-2000 ആൾക്കാർ നമ്മൾ ഈ വെബ്സൈറ്റിൽ കയറുന്നു. ഈ റിലീസ് ടൈമിൽ കയറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വെബ്സൈറ്റ് ജാം ആവുകയാണ്. ഇങ്ങനെ ജാമാകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. ടിക്കറ്റുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാളേറെ നെറ്റ്വർക്ക് ലഭ്യമാകുന്ന പല സ്ഥലങ്ങളിലുള്ളവർക്കും ഈ ടിക്കറ്റുകൾ ലഭ്യമായി തുടങ്ങി. അങ്ങനെ റിലീസ് സംഭവിക്കുന്ന സമയങ്ങളിൽ തീർച്ചയായും നമുക്ക് ടിക്കറ്റുകൾ ലഭിക്കാതെ വരാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ ഇത് ലഭിക്കുമായിരുന്നെങ്കിലും പിന്നീട് യൂസറുകൾ കൂടി വരികയും ഈ വെബ്സൈറ്റിന് പുതുതായ ഒരു ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാതെ വന്നപ്പോൾ നമുക്ക് ടിക്കറ്റ് ലഭിക്കാതെ വരികയും ചെയ്തു. ചില വിദഗ്ധരായ ആൾക്കാർ, കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കൂടുതലുള്ളവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആൾക്കാർ എന്ത് ചെയ്തു, ഇവരെ ചെയ്തിരിക്കുന്ന കോഡുകൾ മനസ്സിലാക്കി അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അങ്ങനെ ഈ പറയപ്പെട്ട നേരത്തെ നമ്മൾക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന ടിക്കറ്റുകൾ ലഭ്യമല്ലാതാവുന്ന സാഹചര്യത്തിൽ വിദഗ്ധരായവർക്ക് മാത്രം അത് ലഭിക്കുന്ന രൂപത്തിലേക്ക് അത് വീണ്ടും സംഭവിച്ചുകൊണ്ട് അങ്ങനെ വന്നപ്പോൾ നമുക്ക് ടിക്കറ്റുകൾ ലഭിക്കാത്ത ഒരു സാഹചര്യം, അതായത് സാധാരണക്കാരായ ആൾക്കാർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഞാനൊരു കമ്പ്യൂട്ടർ സെൻറ്റർ, അതായത് CSC കോമൺ സർവീസ് സെൻറ്റർ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരെ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പലരും നമ്മുടെ ചെറിയ യാത്രകൾ, അതായത് ഇൻ്റർ ഐലൻഡ്, നമുക്ക് ചെത്തലത്ത് നിന്ന് ബിത്രയിലോട്ട്, ചെത്തലത്ത് നിന്ന് കിൽത്താനിലോട്ട്, അങ്ങനെയുള്ള ചെറിയ യാത്രകൾക്ക് പോലും ആശ്രയിക്കുന്ന ഞങ്ങളെ പോലുള്ള ആശ്രയ സെൻറ്ററുകളിൽ വരുന്ന സാധാരണക്കാരുടെ മനസ്സുകൾ കാണുമ്പോൾ, അവരുടെ അവസ്ഥകൾ കാണുമ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ വെബ്സൈറ്റുകളിൽ ഇങ്ങനെ കൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. പിന്നെ അതിൽ കൂടുതലായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സംവിധാനങ്ങൾ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന സമയത്ത് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, ഈ യൂസറുകൾക്ക് ഒരു നിശ്ചിത ലിമിറ്റേഷനുകൾ കൊണ്ടുവരുന്നു. ഇവർ പുതുതായി വെബ്സൈറ്റ് അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ക്യാപ്ചകളെ കൊണ്ടുവന്ന് വെബ്സൈറ്റിന് സെക്യൂരിറ്റി കൂട്ടുക മാത്രമാണ് ചെയ്തത്. ഒരു കൂടുതലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിലോട്ട് അവർ വന്നില്ല. ശേഷം യൂസറുകൾ ഇത്രയേറെ കൂടുമ്പോൾ എന്താണ് അതിന് ചെയ്യേണ്ട ശാശ്വതമായ പരിഹാരം എന്നൊന്നും അവർ നോക്കുന്നില്ല. ഞങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ കൊണ്ടുവന്ന ലിമിറ്റേഷൻ എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്, ടെക്നിക്കലി എന്താണ് ഇതിന് സംഭവിച്ചിരിക്കുന്നതെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം. അതായത് ഇതിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വൈഫൈ മോഡമാണ് നമ്മുടെ കമ്പ്യൂട്ടർ സെൻറ്ററുകളിൽ ഉപയോഗിക്കുക. ഇത്തരത്തിൽ നമ്മൾ ഒരു മാക് ഐ ഡിയിൽ ഒരു 4 ടിക്കറ്റ്, അതായത് ഞാൻ ഉൾപ്പെടെ
മറ്റ് 2 സ്റ്റാഫുകൾ കൂടിയുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇൻഡിവിജ്വലായിട്ട് അവരുടെ കയ്യിൽ യൂസർ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു 2 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റാഫ് മറ്റൊരു 2 ടിക്കറ്റ് എടുത്തു എങ്കിൽ മൂന്നാമത് മറ്റൊരാളെ സഹായിക്കാനോ അല്ലെങ്കിൽ പിന്നീട് വരുന്ന ആൾക്കാർക്ക് ആ ദിവസം ഒരു ടിക്കറ്റ് ഇൻ്റർ ഐലൻഡ് ആയാലും വെസലിലേക്കായാലും ഒരു തരത്തിലും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലിമിറ്റേഷൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് ടെക്നിക്കലി വന്നിരിക്കുന്നത് എന്താണെന്ന് ഇവർ വെബ്സൈറ്റ് കൈകാര്യം ചെയ്യുന്നവർ നോക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരു യൂസറിൽ 4 ടിക്കറ്റ് എടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ 2 ടിക്കറ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം പിന്നീട് എനിക്ക് ഒരു ടിക്കറ്റ് പോലും കിട്ടാതെ വരുന്നു? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതേ മോഡത്തിലിരുന്നു കൊണ്ട് മറ്റൊരു യൂസറിൽ എൻ്റെ സഹപ്രവർത്തകൻ മറ്റൊരു 2 ടിക്കറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ലിമിറ്റേഷൻ, അതായത് ആ മോഡത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള ലിമിറ്റേഷൻ തീർന്നിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് മാറിയത്. അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് അതിൽ നടപ്പിലായോ എന്നുള്ള കാര്യത്തിൽ ഇവർ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. അതേപോലെ ഈ ലിമിറ്റേഷനുകൾ നമുക്കറിയാം, സാധാരണക്കാരെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള സെൻറ്ററുകളിൽ ഒരിക്കലും ഇത് ഇങ്ങനെയുള്ള ലിമിറ്റേഷനുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് നടപ്പിലാക്കുമ്പോൾ പ്രയാസങ്ങൾ നേരിടും. അപ്പോൾ ഒരു ദിവസം 4 ടിക്കറ്റും ഒരു മാസത്തിൽ 12 ടിക്കറ്റും ഒരു വർഷത്തിൽ 90 ടിക്കറ്റും എന്ന നിലയിലേക്ക് ലിമിറ്റേഷനുകൾ കൊണ്ടുവരികയല്ലാതെ മറ്റൊരു ഡെവലപ്മെൻറ്റും ഈ സൈറ്റിൽ നമുക്ക് ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ഇത്തരം ചർച്ചകളിലൂടെ കൊണ്ടുവരാൻ പറ്റണം എന്നുള്ള ഒരു ഇളയ അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. എന്തായാലും നമുക്ക് തീർച്ചയായും ഇതിലൊരു മാറ്റമുണ്ടാവും, അതിൽ നല്ല അഭിപ്രായങ്ങൾ കൊണ്ടുവരിക എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.